അപ്പോൾ ആ ചീത്ത പറഞ്ഞുകൊണ്ട് ആ 7 ദിവസം എനിക്ക് ഭയങ്കര ബൂസ്റ്റ് ആയിരുന്നു. കാരണം അവസാനത്തെ 5 ദിവസത്തെ ഞാൻ 19 സബ്ജക്റ്റും വായിച്ചു. ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റീഡ് ഇപ്പോൾ കൊടുക്കും, അടുത്ത ക്ലാസ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു റീഡ് എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം എന്ന് എപ്പോഴും. അതെനിക്ക് ആ ഒരു മെമ്മറൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി. മീൻസ് എൻ്റെ സ്കോർ ഇനി ഡ്രോപ്പായി എൻ്റെ കോൺഫിഡൻസ് ഫുള്ള് പോകും. ഇനിയിപ്പോൾ ഒരു 3 ആഴ്ച ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം 15 മണിക്കൂർ പഠിച്ചു, വേറെ ദിവസം 3 മണിക്കൂർ പഠിക്കുന്നത് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കണേ. അക്കാഡമിക്കലി അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ്. കോളേജ് ഇസ് നോട്ട് എൻ ഇഷ്യൂ. വേറെ യു സ്റ്റഡി ഓർ യു ജി പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക. അതായത് ഇത്രയും കാലം പഠിച്ചത് ആ ദിവസം വരും. പിന്നെ ആ ലേണിംഗ് കർവ് പറയുമല്ലോ, അതെനിക്ക് ആദ്യമൊക്കെ എന്തായി പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് എനിക്കത് മനസ്സിലായി. കാരണം പക്ഷെ സഞ്ജയ് സാറ് പറഞ്ഞിട്ടുണ്ട്, സഞ്ജയ് സാർ ഒരിക്കൽ പോലും റാങ്ക് 1 റാങ്ക് 10 ഒന്നും അതിലോട്ടൊന്നും കയറിയിട്ടില്ല, എപ്പോഴും അതിൽ പുറകിലായിരുന്നു. 80 ഡേയ്സ് മതി എന്ന് വെച്ചാൽ 80 ഡേയ്സ് ആയിട്ട് തന്നെ എടുക്കണം. അതിൽ ഇനി സ്കിപ്പ് ചെയ്യാനോ അതിൽ വേറെ പരിപാടിക്ക് പോയാലില്ല. ഇത്ര കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ്. പക്ഷെ അഗൈൻ നമ്മുടെ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നതിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക, പിന്നെ ഈ സാധനം റീഡു ചെയ്തുകൊണ്ടിരിക്കുക. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2 ബ്രില്യൻറ്റ് ഡോക്ടേഴ്സ് ആണ്. ഈ കഴിഞ്ഞ മെയ് INACET ഏകദേശം ഒരേ റേഞ്ച് ഓഫ് റാങ്ക് അല്ലെങ്കിൽ ഒരേ മാർക്ക് തന്നെ വാങ്ങിച്ച ആളുകളാണ്. 269 ഡോക്ടർ അരവിന്ദ് ഫ്രം KMCT മെഡിക്കൽ കോളേജ് ആൻഡ് he got 269 and ഡോക്ടർ ക്രിസ്റ്റൽ is from Calicut Medical College 2019 batch ആണ് and he got rank 282 all India അല്ലേ? ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ 2 സെപ്പറേറ്റ് ഇന്റർവ്യൂ കീപ്പ് ചെയ്യാവുന്നത്. അപ്പോൾ ആക്സിഡന്റലി ഇവർ 2 പേരും ഒരേ റേഞ്ച് റാങ്കുള്ള, ഒരാൾ ഫ്രം പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, ഒരാൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. സോ കുട്ടികൾക്ക് പൊതുവേ ഉള്ള കമ്പാരിസൺ ആണ് അല്ലേ? എങ്ങനെയാണ് കോച്ചിങ്ങിന് എത്തുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. ഗവൺമെന്റിൽ നിന്നാണെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ പ്രൈവറ്റിൽ നിന്നാണെങ്കിൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? ഞാനിപ്പം ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന ആളിനെ നോക്കുകയാണെങ്കിൽ ഒക്കെ ഈക്വൽ നമ്പേഴ്സാണ്. സോ അതിന് ഡിഫറൻസ് ഇല്ലാന്ന് തന്നെയാണ് ഇതിൽ ഉറപ്പായിട്ടുള്ള ഫീല്. സ്റ്റിൽ ഓരോ പുതിയ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ചിലപ്പോൾ ഡിസെക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും, എന്തൊക്കെയാണ് ഡിഫറൻസ്, അല്ലെങ്കിൽ പഠനത്തിലുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടായിരുന്നോ, അതിന് UG സമയത്ത് അത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ നമുക്ക് പതുക്കെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അരവിന്ദ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഹലോ, എൻ്റെ പേര് അരവിന്ദ് ബാബുരാജൻ. ഞാൻ 2019 ബാച്ചായിരുന്നു, KMCT മെഡിക്കൽ കോളേജ്, വീട് ട്രിവാൻഡ്രത്താണ്. സോ ട്രിവാൻഡ്രത്ത് നിന്ന് അന്ന് എങ്ങനെയാണ് KMCT എത്തി? എൻ്റെ ആക്ച്വലി KMCTയുടെ ഫസ്റ്റ് ബാച്ച് 2008 ആണ്. അപ്പം എൻ്റെ കസിൻ സിസ്റ്ററിനെ മാരി ചെയ്ത ചേട്ടൻ ഇവിടുത്തെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ട്രിവാൻഡ്രത്തായിരുന്നല്ലോ ലൈഫ് ഫുൾ. എനിക്ക് കോഴിക്കോടിന് ഇവിടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് സിറ്റിക്ക് വേണ്ടി KMCTക്ക് വന്നതാണ്. കോഴിക്കോട് സിറ്റി ഫുഡിയാണോ? അതെ, കാണുമ്പോൾ മനസ്സിലാവും. ഈ എന്റെ കോച്ചിങ്ങിന്റെ സമയത്തും ഫുഡ് നന്നായി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റീഡിംഗ് റൂമിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എനിക്ക് ആക്ച്വലി ഒരു റിലീഫ് ഫുഡായിരുന്നു. ഫുഡിനോടായിരുന്നു ഫുഡ്. നല്ല ഹോട്ടൽസ് സാധനങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പണ്ട് എക്സ്പ്ലോർ ചെയ്ത കുറെ ഉണ്ട്. ഈ ഫേസിൽ ഇപ്പൊ ഇവിടെ മെഡിക്കൽ കോളേജ് ചുറ്റുപാടത്ത് ടേസ്റ്റി ഹട്ട് അവിടെയൊക്കെയാണ് കൂടുതൽ, മിക്കവാറും അവിടെ. പിന്നെ വേറെ സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിന്റെ അവിടെ ഉള്ള കുറെ സ്പോട്ട്സ് ഉണ്ടല്ലോ. സ്വിഗ്ഗിയാണോ? ലാസ്റ്റ് സ്വിഗ്ഗി ആയിരുന്നു. അല്ലാതെ ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് പോയി കഴിച്ചിട്ട് വരും. ഞാൻ ക്രിസ്റ്റൽ 2019 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിരുന്നു. ഇപ്പൊ ഇൻസെറ്റ് റാങ്ക് 282 ആണ്. 282 റാങ്ക് കണ്ടപ്പോ തോന്നി? വളരെ സന്തോഷം ഉണ്ടായിരുന്നു. അത്രയും റാങ്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 282. ഞാൻ ഒരു എക്സാം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിരുന്ന നീറ്റിനൊരു മോട്ടിവേഷൻ ആവണം ഇത് എന്നുള്ള രീതിയിലായിരുന്നു മെയിനായിട്ട് ഈ നിസെറ്റ് എഴുതിയേ. അതങ്ങനെ കയറാൻ പറ്റുന്ന നല്ല റാങ്കിലേക്ക് വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെ മാർക്ക് നമുക്ക് ചോദിക്കാം, ഏകദേശം നിയർ റാങ്ക് ആണ്. സോ സ്റ്റഡിയിലുള്ള സിമിലാരിറ്റിയും കമ്പയർ ചെയ്ത് നോക്കുക എന്നുള്ള രൂപത്തിൽ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ക്രിസ്റ്റലിനോടും ചോദിക്കാം, എങ്ങനെയായിരുന്നു UG ടൈമിലെ നിങ്ങൾ സ്റ്റഡീസ് എങ്ങനെയായി? ഞാൻ ഒരു ആവറേജ് എല്ലാ വർഷവും ഒരു 60 റേഞ്ച് 60-65% മാർക്ക് ഉണ്ടായിട്ടുള്ളൂ. അത് ഫൈനൽ ഇയർ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, 68. അതിന്റെ മുകളിലേക്ക് ടോപ്പ് 15 ഇല്ല, 100-ലൊന്നും വന്നിട്ടില്ല. അപ്പൊ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ആവറേജ് സ്റ്റുഡന്റ് തന്നെയാണ്. എങ്ങനെയാണ് PG പ്രിപ്പറേഷൻ എയിം ചെയ്തത്? എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഇത് കഴിഞ്ഞ് തന്നെ വേറെ വർക്ക് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യണമെങ്കിൽ PG പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ തുടങ്ങണം എന്നായിരുന്നു എന്തായാലും, അത് പ്ലാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ സെപ്റ്റംബർ 1 ഇവിടുത്തെ ഫേസ് ടു ഫേസ് ബാച്ചിലാണ് തുടങ്ങി. സെക്കൻഡ് ബാച്ച് ഫേസ് ടു ഫേസിലായിരുന്നു. ഇന്റേൺഷിപ്പിന്റെ സമയത്ത് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു കോച്ചിങ് എടുക്കുന്നത് MBBS കയറിയിട്ട് ഇപ്പോഴാണ്. ഓക്കെ, അതന്നെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെയാണ്
ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നത് ആ അങ്ങനെ സമയത്ത് തന്നെയാണ്. അരവിന്ദിന്റെ കേസിൽ എങ്ങനെയായിരുന്നു അത്? ഞാൻ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കുറച്ച് എക്സ്ട്രാ കരിക്കുലർലി എനിക്ക് വേറെ കുറെ പരിപാടിയൊക്കെ ആയിരുന്നു. ഫൈനൽ ഇയർ ഞാൻ പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാനായിട്ടിരുന്നു. പക്ഷെ പാർട്ട് ടൈം ആയിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പോകുമായിരുന്നു. ഓ, അതാണ് നേരത്തെ നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. എവിടെയൊക്കെ ഫോട്ടോഗ്രാഫി? ഈ രാഗം ഫെസ്റ്റ് ഒക്കെ ഞങ്ങളുടെ ഒരു ടീമുണ്ട്, ഞാൻ അതിനൊക്കെ ഓൺ സ്റ്റേജൊക്കെ കവർ ചെയ്യാൻ പോകുമായിരുന്നു. എഡിറ്റിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫേസ് ഫുൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, ലൈക്ക് ഇപ്പോൾ എന്നും ക്ലാസ്സിൽ പോകുന്ന ഒരാളല്ലായിരുന്നു. എൻ്റെ അറ്റൻഡൻസ് ഒക്കെ എനിക്ക് പ്രശ്നമായിട്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ പ്രൊഫസേഴ്സ് ശരിയാക്കി തരുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ എന്നാലും പോകുന്ന ക്ലാസ്സിൽ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫസ്റ്റ് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എനിക്ക് തോന്നുന്നു ഒരു 65 ആ ഒരു റേഞ്ച്. ഫൈനൽ ഇയർ പക്ഷെ ഞാൻ ഇതെല്ലാം മാറ്റി വെച്ച് മീൻസ് പിന്നെ കഴിഞ്ഞല്ലോ വെച്ച് പഠിക്കായിരുന്നു. അപ്പോൾ ഞാൻ മാരോ എടുത്തായിരുന്നു. ഫൈനൽ ഇയർ സബ്ജക്ട്സ് ഞാൻ മാരോ ബേസ്ഡ് പഠിച്ചത്. പക്ഷേ ഞാൻ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടല്ല, ഞാൻ ലൈക്ക് എൻട്രൻസിന് എന്തെങ്കിലും യൂസ്ഫുൾ ആവട്ടെ വെച്ചിട്ട് പഠിച്ചണം. ഫൈനൽ ഇയർ ഞാൻ ബാച്ച് ടോപ്പർ ആയിരുന്നു. അതുവരെ അങ്ങനെ ഇല്ലായിരുന്നു. അതുവരെ ഞാൻ എനിക്ക് തോന്നുന്നൊരു ടോപ്പ് 20-ലായിരിക്കും മാറി മീൻസ് മറ്റേ പോസ്റ്ററൊക്കെ ഇടുമല്ലോ, അതിനൊന്നും ഞാൻ എൻ്റെ പടയം വന്നിട്ടില്ല. ഫസ്റ്റ് ഫൈനൽ ഇയർ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവർക്കും നെട്ടലായിരുന്നു. എൻ്റെ സാറാണ് എൻ്റെ അടുത്ത് ആദ്യം ഇങ്ങനെ നമുക്ക് ആ കോളേജ് ലിസ്റ്റ് കിട്ടുമല്ലോ, അപ്പൊ സാർ അത് കണ്ടിട്ട് ഇങ്ങനെ ഈ ഫോട്ടോ എടുത്ത് നടന്ന നീ തന്നെ, എന്നെ കോളേജിലെ ഒരു ബാബു എന്നാണ് വിളിക്കണം. അപ്പൊ എന്റെ സർജറിയിലെ രമേശ് സാർ വന്നിട്ട് സാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനും ആക്ച്വലി അറിയണം ഞാനായിരുന്നു ടോപ്പർ എന്ന്. ഓക്കെ, അപ്പൊ ആ ടോപ്പർ ആയ സ്ഥിതിക്ക് അതിന്റെ ശേഷം ഇന്റേൺഷിപ്പിൽ കണ്ടിന്യൂ ചെയ്തിരുന്നു? കണ്ടിന്യൂ ചെയ്തിട്ടില്ല. MCQ ഒന്നും ഇന്റേൺഷിപ്പിന്റെ സമയത്ത് നല്ലൊരു മിനിമം നമ്പർ പറയുകയാണെങ്കിൽ തൊട്ടിട്ടില്ല. MCQ ഒന്നും തൊട്ടിട്ടില്ല. അപ്പൊ ഫൈനൽ ഇയർ പഠിച്ചതിന് ബാക്കപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്നിട്ട് പിന്നെ PG കോച്ചിങ്ങിലേക്ക് എങ്ങനെയായിരുന്നു? അപ്പൊ ഞാൻ ഫൈനൽ ഇയർ ഈ മാരോ ഫോളോ ചെയ്തിട്ട് ഇന്റേൺഷിപ്പിൽ ഇത് കണ്ടിന്യൂ ചെയ്യാതെ പിന്നെ ഞാൻ തിരിച്ച് ഇതെടുത്തു വീണ്ടും. അപ്പൊ ഈ മെയിൻ നോട്ടിന്റെ ഒരു കട്ടിയുണ്ടല്ലോ, എസ്പെഷ്യലി മാരോയുടെ മെഡിസിനൊക്കെ, അപ്പൊ എനിക്കത് ഫീസിബിൾ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. സെൽഫായിട്ടൊരു റിയലൈസേഷൻ വന്നത്. കാരണം ഞാൻ ഫൈനൽ ഇയർ തിയറിക്ക് ഇത് ബേസ്ഡാണ് പഠിച്ച എക്സാം എഴുതും. പക്ഷേ എൻട്രൻസിന് ഒരിക്കലും ഇതെനിക്ക് ലാസ്റ്റത്തെ ഒരു ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിൽ 90 സബ്ജക്ട്സ് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത റിയലൈസേഷൻ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കോളേജിൽ കുറച്ച് സീനിയേഴ്സായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തു. പിന്നെ എനിക്കൊരു സീനിയർ ഉണ്ട് ട്രിവാൻഡ്രത്ത്, ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട്, മറ്റേ IMA MSM വഴി പുള്ളി ബോംബെയിൽ ഡെർമറ്റൊക്കെ ചെയ്യാം. അപ്പോൾ പുള്ളി എന്നെ പോലെ എക്സ്ട്രാ കരിക്കുലർലി കുറേ ഇതായതുകൊണ്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് കാണുമല്ലോ ലൈക്ക് ലാസ്റ്റ് മിനിറ്റിൽ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ സോഴ്സ് ഇട്ട് പോയപ്പോൾ പുള്ളി ബാട്ടിയെ സജസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ സോഴ്സസിൽ ഞാൻ ആദ്യമേ ഡിസൈഡ് ചെയ്തു, ലൈക്ക് ഫൈനൽ ഇയർ ഞാൻ ഫോളോ ചെയ്ത സോഴ്സിൻ്റെ റാപ്പിഡ് റിവിഷൻ കാണാം, ബാക്കി ഫ്രഷ് ഇവിടെ വരാം. അങ്ങനെ ഫേസ് ടു ഫേസ് ഞാൻ ബാച്ച് 2. കണ്ടിട്ട് പരിചയമുണ്ട്. ഓക്കെ, കാലിക്കറ്റ് തന്നെ കോച്ചിങ്ങിന് ഇപ്പൊ പാർട്ടിയുടെ കാലിക്കറ്റ് തന്നെ ചൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ആയിട്ട് റിലേറ്റഡ് ആണോ? അല്ലല്ല, അത് മെന്റർഷിപ്പ് ആക്ച്വലി എനിക്ക് യൂസ് ചെയ്യാൻ നിയാസിക്കിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് പിന്നെ ഈ സിറ്റി വിട്ടു പോകുന്നത് ലൈക്ക് ഈ ലൈഫ് ഇവന്റ് പോലെ പറയുമല്ലോ. പിന്നെ അടുത്ത മീൻസ് പിന്നെ ഉള്ള കൊച്ചിയല്ലേ, അപ്പൊ കൊച്ചിയിൽ ഞാൻ ഇത്ര കാലം താമസിച്ചിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നും. അങ്ങനെ എനിക്ക് ഇവിടെ കംഫർട്ടബിൾ ആണ്. എനിക്ക് ഇവിടുത്തെ ആൾക്കാരും മൊത്തത്തില് ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ ഭാഷ തന്നെ മാറി. ഇവിടെ വന്നിട്ട് 6 വർഷം ഇവിടെ ആയി. ഒരു 7ാമത്തെ വർഷം കൂടെ ഇവിടെ നിൽക്കും. പിന്നെ എനിക്ക് CMC പഠിക്കുന്ന ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പണ്ട് ഫൈനൽ ഇയർ ടോപ്പർ ആയതിന്റെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഇനിഷ്യലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രിപ്പറേഷനോ അല്ലെങ്കിൽ മാരോ എടുത്തതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞത് തുറന്നപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഒരു അഡ്വാൻറ്റേജ് മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. ലൈക്ക് ആദ്യമൊക്കെ എനിക്ക് ഒന്നും പറ്റൂല എന്നൊരു ഇതുള്ളത് സ്ഥിതിയിൽ നിന്ന് മുന്നിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം അതുവരെ ഞാൻ അങ്ങനെ എല്ലാത്തിനും കൂടെ പോയിട്ട് നിന്നാണ്. അപ്പൊ ലൈക്ക് ഒരു 9 months 10 months പഠിച്ചെടുത്താൽ പറ്റും എന്നെ കൊണ്ട്. ബേസിക്കലി ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് വന്നത് ആ ഫൈനൽ ഇയറിലെ എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ കാരണം. ഓക്കെ, എന്നിട്ട് തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ ഫേസ് ക്ലാസ് വന്ന് തുടങ്ങി, മേ ബി ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ആള് സെപ്റ്റംബറിലൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത്, എപ്പോഴാണ് തുടങ്ങിയത്? സെപ്റ്റംബറിൽ തന്നെ. സെക്കൻഡ് ബാച്ച് സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സെപ്റ്റംബറിൽ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്താണ് തോന്നിയിരുന്നത്? എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇനീഷ്യൽ പ്രാക്ടീസ് ചെയ്യുന്നു? എത്ര അവേഴ്സ് ഇരിക്കുകയായിരുന്നു? ഞാൻ മറ്റേ റിസ എന്ന് പറഞ്ഞ ആ ചേച്ചിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ചേച്ചി ഡീംഡ് എന്റെ ബാച്ച്മേറ്റ് മിസ്ബയുടെ കസിൻ സിസ്റ്റർ ആണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ആ ചേച്ചിനെ പറ്റി സംശയം കോണ്ടാക്ട് ഒക്കെ വാങ്ങിച്ച് ഡയറക്റ്റ് സംസാരിച്ചില്ല, പക്ഷെ മിസ്ബ വഴി ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ലൈക്ക് ഫസ്റ്റ് ഒരു GT കൊടുക്കണത് ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ലെവൽ അറിയണമല്ലോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഇയർ ഫൈനൽ ഇയർ ടോപ്പർ ആയെന്ന് പറഞ്ഞ ഒരു ഉപയോഗം ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി ആ GT ഇല്ല. കാരണം എനിക്ക് ആ GT ഒരു 70 കറക്റ്റ് എന്താ കിട്ടിയ 200 ക്വസ്റ്റ്യൻസിൽ 70 കറക്റ്റ് ഉണ്ട്. 130 ക്വസ്റ്റ്യൻ ഏകദേശം അറ്റൻഡ് ചെയ്തില്ല, തെറ്റിപ്പോയിട്ടുണ്ട് അല്ലേ? ഞാൻ കൂടുതൽ അറ്റംപ്റ്റ് തന്നെ ചെയ്തത്. അപ്പൊ ഞാൻ കുറെ ആൾക്കാരുടെ ഈ GT പ്രോഗ്രഷൻ നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ കാണുമല്ലോ,
അപ്പം മിക്ക ആൾക്കാരും തുടങ്ങണത് തന്നെ ഒരു 100, 120. അപ്പം ആ സമയത്ത് എനിക്ക് കുറച്ചൊരു ഇങ്ങനെ ഞാൻ ഭയങ്കര ബാക്കിലാണോ, ഫൈനൽ ഇയർ ഇങ്ങനെ മെയിൻ നോട്ട് പഠിച്ചത് തെറ്റായി പോയോ, എൻട്രൻസ് ഓറിയന്റഡ് ഒന്ന് വേറെ തന്നെ സാധനമാണെന്ന് എന്തെങ്കിലും തൊടായിരുന്നോ, വേറെ എന്തൊക്കെ റിഗ്രറ്റ് തോന്നി? അങ്ങനെ ഇന്റേൺഷിപ്പിൽ തൊടായിരുന്നു എന്നൊരു വലിയ റിഗ്രറ്റ് ഉണ്ട്. കാരണം എനിക്ക് ചില പോസ്റ്റിങ്ങിലൊക്കെ ഇപ്പൊ സർജറി മെഡിസിൻ സമയത്ത് കമ്മ്യൂണിറ്റി ഒക്കെ നമുക്ക് ആഫ്റ്റർനൂൺ വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അപ്പോഴൊക്കെ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്നൊരു തോന്നലാണ്. കാരണം ഒരു 1 year ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ എത്ര സ്ട്രോങ് ആയിരുന്ന സാധനവും നമ്മൾ മറന്നു പോകാനുള്ള ഭയങ്കര വലിയ പോസിബിലിറ്റി. പിന്നെ എന്ത് ചെയ്തു ആ 70 കണ്ട ഷോക്കിൽ? 70 കണ്ട ഷോക്കിൽ ഞാൻ എനിക്ക് നിയാസിക്കിനെ മെസ്സേജ് അയച്ചു. എന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും അങ്ങനെ തന്നെ തുടക്കത്തില് അത് കാര്യമാക്കണ്ട. പിന്നെ കറക്റ്റാണ്, കാരണം ഞാൻ 4 സബ്ജക്റ്റാണ് മര്യാദയ്ക്ക് ഫൈനൽ ഇയർ പഠിച്ചിട്ടുള്ളൂ, ബാക്കി 15 പഠിക്കാനുണ്ട്. പിന്നെ എക്സാം എഴുതാൻ പറ്റിയ രൂപത്തിൽ പഠിച്ചിട്ടുള്ളൂ. അതെ, പിൻ പോയിന്റ് ആയിട്ട് ചോദിച്ചാൽ എന്തായാലും അന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു തുടക്കം. തുടക്കത്തിലുള്ള പ്രിപ്പറേഷന്റെ ലെവൽ എങ്ങനെയായിരുന്നു? എൻ്റെ കോൺവെക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജൂലൈ 27 ആയിരുന്നു കോൺവോ. അപ്പം നീറ്റ് എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തിനുള്ളിലാണ്. അപ്പം ആ നീറ്റ് എല്ലാവരും വെറുതെ പോയി എഴുതിയത്. കാരണം കോൺവോ കഴിഞ്ഞപ്പോൾ തന്നെ ആകെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് ആയി. ആ നീറ്റ് കഴിഞ്ഞ് അന്ന് അതിൻ്റെ അടുത്ത രാത്രി തന്നെ ഞങ്ങൾ ട്രിപ്പ് പോകാനുള്ള പ്ലാനായിരുന്നു, ബാച്ച് ട്രിപ്പും പോയി. ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു റീസെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഈ സോഴ്സിൻ്റെ ഈ ഫൈനൽ ഇയർ ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തു. പിന്നെ ഫേസ് ടു ഫേസും വരാനുള്ള ക്ലാസ്സസ് ഞാൻ ഡിസൈഡ് ചെയ്തു. പിന്നെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നു കുറച്ച്. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചു, എൻ്റെ കൂടെ ഉള്ളവർ എപ്പോഴും വന്ന് എൻ്റെ അടുത്ത് പറയുന്നത് എന്നെ കൊണ്ട് പറ്റും, നീ ഇവിടെ പഠിക്കാണ്ടല്ല, നീ അവിടെ പോകണം, അങ്ങനെയൊക്കെ ഇങ്ങനെ ചുമ്മാ. അപ്പം എനിക്ക് തന്നെ ഇന്റേൺഷിപ്പിൽ ഇവരെന്ത് പൊട്ടത്തരാണ് പറയണത്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ആ ഒരു തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇത്ര ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഒരു തെറ്റല്ലേ. എനിക്ക് എൻ്റെ പ്രിപ്പറേഷനിൽ ഒരു 50% ഫാമിലി, ഫ്രണ്ട്സ്, ആ സപ്പോർട്ട് സിസ്റ്റം കാരണമാണ്. ലൈക്ക് എനിക്ക് ആ റാങ്ക് കിട്ടിയപ്പോൾ തന്നെ എന്നെക്കാട്ടില് സന്തോഷം എൻ്റെ ഫ്രണ്ട്സിനായിരുന്നു. അവരൊന്നും കാണാണ്ട് സപ്പോർട്ട് ചെയ്യൂല. അതാണ്. പക്ഷെ എന്നാലും അല്ല, ഞാൻ വർക്ക് ചെയ്യാനുള്ളൊരു കാരണം അവരിലുള്ളൊരു നമ്മളിങ്ങനെ കുറെ ആൾക്കാർ വിശ്വാസം അർപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ നമുക്കൊരു ഇത് വരുമല്ലോ. അപ്പൊ അതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി പറയുകയാണെങ്കിൽ മൂവ് ചെയ്യാം. ആ തുടക്കത്തിൽ എനിക്ക് കുറച്ച് ഇരിക്കാൻ പാടില്ല. കാരണം ഈ 1 year ഒട്ടും ഇരിക്കാത്തതുകൊണ്ട് ഒരു 6 hours ഒക്കെ കഷ്ടിച്ച് ഇരിക്കും. ഞാൻ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു ടൈമറൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ കൂടി ക്വസ്റ്റ്യൻസ് ഞാൻ തുടക്കത്തിൽ നമ്മൾ ബാട്ടിയിൽ ടെസ്റ്റ് വരണതും പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കസ്റ്റം മൊഡ്യൂളും അതും ചെയ്യുന്നു. അല്ലാതെ എനിക്ക് ഈ കസ്റ്റം മൊഡ്യൂൾ ക്രിയേഷനെ പറ്റിയൊന്നും വലിയ പിടുത്തമില്ലായിരുന്നു. അപ്പം അതൊക്കെ പിന്നെയാണ് ഞാൻ മെല്ലെ തുടങ്ങിയത്. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ നല്ലോണം ചെയ്തു. തുടക്കത്തിലുള്ള സാധനം മാത്രം മതി. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 6 മണിക്കൂർ ഉണ്ടാവുമായിരുന്നു. ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ്? നല്ല കുറവായിരുന്നു. എത്രയായിരുന്നു ഏകദേശം? ഒരു തുടക്കത്തിൽ ഒരു 50 ഒക്കെ ഞാൻ ചെയ്യണ്ടായിരുന്നു. 50 ക്വസ്റ്റ്യൻസ്. സോ ക്രിസ്റ്റൽ, യുവർ ടേൺ. ഒരു ഫൈനൽ ഇയർ കഴിഞ്ഞത് ഇന്റേൺഷിപ്പ് സമയത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്തപ്പോൾ പഠനത്തിന്റെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? എങ്ങനെയാ തുടങ്ങിയത്? ഞാൻ പഠിക്കാനിരിക്കുന്ന അവർ അത്യാവശ്യം ഇരിക്കുമായിരുന്നു. ഒരു 8 hours ഒക്കെ ആദ്യം തുടക്കത്തിലിരിക്കുമായിരുന്നു. പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവായിരുന്നു. അതും ചെയ്തിരുന്നത് മൊഡ്യൂൾ എടുത്ത് മാരോടെ അന്ന് പഠിപ്പിക്കുന്നത് കുറച്ച് മൊഡ്യൂൾ ചെയ്യും. എന്നാലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവായിരുന്നു. അതൊരു ടൈം വേസ്റ്റ് പോലെ ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. മീൻസ് അവേഴ്സ് തികയ്ക്കണം, എന്നാൽ അത് റീഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഈ പറയുന്ന ഒരു GT ആദ്യം എഴുതിയിരുന്നു. അപ്പോൾ ഒരു 100 റേഞ്ച് ഒക്കെ ആയിരുന്നു. പിന്നെ അത് കൂടാതെ ആയപ്പോൾ നമ്മൾ ഓരോ ഇതുപോലെ മെന്റർഷിപ്പ് 100 ഉണ്ടായിരുന്നു. അത് PG എന്ന് പറഞ്ഞൊരു ആപ്പിലായിരുന്നു. അതിൽ നിന്നാണ് തുടങ്ങിയ. മാരോ ആദ്യം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ PG അത് ചെയ്യുമ്പോൾ ഒരു 100 ആ റേഞ്ച് ആയിരുന്നു ആദ്യത്തെ GT. പിന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കൂട്ടാൻ കാരണം തന്നെ ഇതിലൊരു പ്രോഗ്രസ് ഇല്ലാതെ കണ്ടപ്പോഴാണ്. അതും പയ്യാണ്, വളരെ പയ്യാണ് കൂട്ടിയത്. ഒരു ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 50 ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊരു ടൈം വേസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഇമ്പോർട്ടൻസിലായി പയ്യെ ആയിട്ടൊരു ആ ഒരു 1 month 2 month കഴിഞ്ഞപ്പോൾ ഈ ഒരു 100 റേഞ്ചിലേക്കൊക്കെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും ഒരു 13 hour 14 hour എന്നുള്ള രീതിയിലേക്ക് ഇരിക്കാൻ തുടങ്ങിയത്. GT ആദ്യമേ ആദ്യം ഒരു 2 മാസത്തോളം 2 week കൂടുമ്പോൾ ആണ് ചെയ്തിരുന്നത്. പിന്നെ വീക്കിലി ചെയ്യുമായിരുന്നു. ഞാനും എനിക്ക് ഡിസംബർ വരെ ഞാൻ 2 weekലായിരുന്നു.
പിന്നെ വീക്കിലി ആക്കി. രണ്ടുപേരും വീക്കിലി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? GT തുടങ്ങുന്ന സമയത്ത് ഒരാൾ 70 ഒരാൾ 100 ആണെങ്കിലും രണ്ടുപേരും വീക്കിലി തന്നെ GT ചെയ്തിട്ടുണ്ട്. GTയുടെ പ്രോഗ്രഷൻ പറയാൻ എങ്ങനെ? ഇതിന്റെ പ്രോഗ്രഷൻ ഞാൻ ഒരു ആദ്യം ഒരു 120 125 ഒക്കെ പ്രീ പി ജിയിൽ എത്തിയപ്പോഴാണ് മാരോല എഴുതിയത്. അപ്പൊ കുറെ താഴേക്ക് വന്നു. പിന്നെ ഒരു 125 കഴിഞ്ഞപ്പോ പിന്നെ ഒരു പ്ലാറ്റ് അടിച്ചു. അതിന് കുറെ നാളൊരു 125 130 റേഞ്ചിൽ തന്നെയായിരുന്നു. പിന്നെ റിവിഷൻ തുടങ്ങണമെങ്കിൽ തൊട്ട് മുന്നേ ആയിട്ടാണ് ലാസ്റ്റ് സബ്ജക്ട്സ് ഒക്കെ കഴിയാറായപ്പോഴാണ് 135 മുകളിലേക്ക് ആയി തുടങ്ങി. റിവിഷൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം ഒരു 10 ക്വസ്റ്റ്യൻ രക്ഷപ്പെടാനുള്ള മേ ബി ഒരു ട്രാപ്പാണ് ഈ പ്ലാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മാക്സിമം വർക്കും പിന്നെ കിട്ടാൻ ചാൻസുള്ള മാർക്കും തമ്മിലൊരു സിങ്ക് ആയി വരുമ്പോഴാണ് അത് ഓർക്കും ചെയ്ത് എങ്ങനെയാ. എനിക്കറിയായിരുന്നു ഈ സബ്ജക്ട്സ് എടുത്ത് തീരാത്തോണ്ടായിരിക്കും അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ റിവിഷൻ വരുമ്പോൾ മാറും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പ്ലാറ്റോ ചെയ്തുകൊണ്ടിരുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ശരിക്കും. റിവിഷൻ കഴിഞ്ഞിട്ട് അത് മാറില്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ റിവിഷൻ തുടങ്ങിയപ്പോൾ പയ്യെ പ്രോഗ്രഷൻ എല്ലാ സബ്ജക്റ്റും കമ്പൈൻഡ് ആയിട്ട് തന്നെ റിവിഷൻ പോകുന്ന സമയത്ത് അതിങ്ങനെ ഇംപ്രൂവ് ചെയ്തു. ഞാൻ എല്ലാ ദിവസവും 3 സബ്ജക്ട്സ് എന്തായാലും പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഭയങ്കര മടുപ്പ് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് ഇടയിൽ അത്യാവശ്യം ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്യാപ്പിൽ ഞാൻ ഒരു സൈക്കിളിട്ട് കറക്കാൻ നോക്കുമായിരുന്നു, 2-3 സബ്ജക്ട്സ് എടുത്തിട്ട്. അത് ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റീഡ് ഇപ്പൊ കൊടുക്കും, അടുത്ത ക്ലാസ് കഴിയുമ്പോൾ ഇതിന്റെ ഒരു റീഡ് എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് എപ്പോഴും. അതെനിക്ക് ആ ഒരു മെമ്മറൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി. തൊട്ട് മുന്നേ GT സ്കോർ ഒക്കെ എത്ര റേഞ്ചിലേക്ക് എത്തി? INA-യുടെ മാരോ GT ചെയ്തപ്പോ 130 റേഞ്ച് ആയിരുന്നു. നീറ്റ് മോഡൽസ് ചെയ്യുമ്പോൾ 140 എബവ് 149 ആ റേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. 150 കടന്നിട്ടുണ്ടോ? ഒരു തവണ 151 വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 140-150 റേഞ്ച് ജനറലി GTs കീപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അരവിന്ദിന്റെ GTന്റെ സ്കോറിൽ ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് 70 ആയിരുന്നു. പിന്നെ ഞാൻ ഒരു 3 weeks GT കൊടുത്തില്ല, കുറച്ചൊന്നും എല്ലാം കൂടെ ഒന്ന് റോമോ ഒന്ന് മാറ്റി. അത് കാണുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആവുമല്ലോ. കാരണം എനിക്ക് തോന്നുന്നു പെർസെൻറ്റേജ് 21 എന്തോ ആയിരുന്നു. പിന്നെ ഞാൻ ഒന്ന് ഇതായപ്പോൾ എനിക്ക് 90 ആയി. പിന്നെ ഞാൻ ആക്ച്വലി ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെ 90-യിലായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ഒരു ഫ്രസ്ട്രേറ്റഡ് ആവും, ലൈക്ക് ചെയ്ത് ഇനി സബ്മിറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാമല്ലോ. കാണുമ്പോൾ അന്നത്തെ ദിവസം ഒരു മൂഡ് വേണം. പക്ഷെ എന്നാലും ഞാൻ GT റിവ്യൂ പ്രോപ്പറായിട്ട് ചെയ്യുമായിരുന്നു. സ്കോർ കുറവാണെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ അന്ന് തന്നെ. ആദ്യമൊക്കെ എനിക്ക് നല്ല സമയം എടുക്കുമായിരുന്നു, പക്ഷെ അങ്ങനെ റിവ്യൂ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ സബ്ജക്ട് വൈസ് ഇമ്പോർട്ടൻറ്റ് സാധനം നോട്ടിൽ എഴുതാതെ വേറൊരു പേപ്പറിൽ എഴുതാന്ന്. പക്ഷെ അത് ഞാൻ ഇങ്ങനെ റിലീജിയസ്ലി വായിക്കലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ നവംബർ തൊട്ട് ഇവര് GTയുടെ ഞാൻ മൺഡേ ആയിരുന്നു GTയുടെ, അപ്പൊ സെയിം ഡേ റിവ്യൂ ഒക്കെ വെച്ച് സൺഡേ നൈറ്റ് അത് വായിക്കും. അങ്ങനെ വായിച്ചപ്പോൾ നവംബറിൽ ഫസ്റ്റ് ആയിട്ട് 100-ന് മേലെ പോയി, 115 ആയി. പിന്നെ സബ്സിക്വന്റ് GT നേരെ 120 കയറി. പിന്നെ ഇങ്ങനെ സ്റ്റക്ക് ആയി. അപ്പൊ ഞാൻ സഞ്ജയ് ചേട്ടൻ എപ്പോഴും എന്റെ GT സ്കോർ ഇങ്ങനെ അയക്കും. അപ്പൊ ചേട്ടൻ ഇങ്ങനെ കുഴപ്പമില്ലടാ, ഈ സ്റ്റേജ് നല്ലതാണ് അങ്ങനെ പറയാം. ജാനുവരിയിലായിട്ട് ഇങ്ങനെ ജാനുവരി ഫെബ്രുവരി ആയപ്പോഴും 120 ആണ്. അപ്പൊ ഞാനിങ്ങനെ ചേട്ടൻ ഇങ്ങനെ 120 തന്നെ നിൽക്കണം. അപ്പൊ ചേട്ടൻ എന്നോട് നീ ഇങ്ങനെ എപ്പോഴും GT സ്കോർ മാത്രം ഫോക്കസ് ചെയ്യരുത്. ചേട്ടൻ ഇങ്ങനെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് നമ്മുടെ സ്വന്തം ചേട്ടൻ പറയുന്ന പോലെ ഇതായിരുന്നു. അപ്പൊ ഞാൻ ശരിയാണ്. അപ്പൊ ഞാൻ അടുത്ത GT ഞാൻ സ്കോർ ഒന്നും ആലോചിക്കാതെ ആ വർക്ക് അങ്ങ് എടുക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ലേ. ഞാൻ GT എഴുതുമ്പോഴും സ്കോർ എന്താവുന്ന, പക്ഷെ അപ്പൊ ആ GT എനിക്ക് 140 എത്തി. പിന്നെ ആക്ച്വലി പിന്നെ ഞാൻ 140 കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ 141 ഇവിടെ ഒരു അപ്ഡേറ്റ് ഞാൻ എടുത്തു നോക്കുന്ന 141. പിന്നെ എന്റെ കുറഞ്ഞ വന്നു. അപ്പോഴാണ് ഞാൻ നിയാസ്ക്ക് മെസ്സേജ് അയച്ചത്. കാരണം എന്റെ 141 പിന്നെ 137 പിന്നെ 130, അതായത് 130 to 140 തന്നെ നിന്ന് INA മോക്ക് GT 133. അത് എക്സാമിന് ഏകദേശം 3 ആഴ്ച മുമ്പ്. ഇപ്പൊ സഞ്ജയ് ചേട്ടൻ പറഞ്ഞ് നീ GT എഴുതണ്ട, നിന്റെ ഒരു പൊസിഷൻ നിനക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നീ 3 weeks നല്ലോണം പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് നീ INA പോയി എഴുതുക, എന്നിട്ട് നമുക്ക് നോക്കാറ് നീറ്റിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം അത് ഞാൻ പിന്നെ ഒരു ഓക്കെ സ്റ്റേജ് ആണെന്ന് എനിക്ക് തോന്നി. മീൻസ് എൻ്റെ സ്കോർ ഇനി ഡ്രോപ്പായി എൻ്റെ കോൺഫിഡൻസ് ഫുള്ള് പോകും. ഇനിയിപ്പോൾ ഒരു 3 ആഴ്ച ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന രീതിയിൽ. INA-CT എക്സാം എഴുതുമ്പോൾ ഫീലിംഗ് ഉണ്ടായി? ഫസ്റ്റ് സെഷൻ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഫസ്റ്റ് സെഷൻ ഒരു നല്ല ഫ്ലോയിലാണ് പോയത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഓക്കെ ഈ എക്സാം ഇസ് ടാർഗറ്റബിൾ ഫോർ മീ എന്ന രീതിയിൽ എഴുതി. പക്ഷേ ഫസ്റ്റ് സെഷൻ കുറച്ച് കോമ്പാക്റ്റ് ആയിരുന്നു, നമുക്ക് സമയം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ റീവൈൻഡ് ചെയ്തപ്പോൾ ഞാൻ 2-3 ആൻസർ പിന്നെ മാറ്റി, അതൊക്കെ എനിക്ക് തെറ്റുകയും ചെയ്ത്. അപ്പൊ അങ്ങനത്തെ ഒരു അത് ഭയങ്കര. കാരണം ഞാൻ ഇത് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ മെയിനായിട്ട് ഡിസൈഡ് ചെയ്തത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഒരിക്കലും മാറ്റത്തില്ല എന്നായിരുന്നു. കാരണം നമ്മൾ എക്സാം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ കുറേ ഗ്രൂപ്പിൽ ഇതാണ് ആൻസറോ ഇതാണ് അങ്ങനെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ എനിക്ക് തെറ്റി. അപ്പോൾ ഫസ്റ്റ് സെഷൻ അങ്ങനെയായിരുന്നു. സെക്കൻഡ് സെഷൻ കുറച്ചുകൂടെ പാടായിരുന്നു. കാരണം ഈ ഒസ്റ്റാലൊക്കെ നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു. സെക്കൻഡും തേർഡും അപ്പോൾ ഞാൻ ഇങ്ങനെ ഓക്കെ ദിസ് ഇസ് ഹാർഡ്,
ഒരു GT മോഡ് തന്നെ ഇരിക്കാം. പക്ഷെ ആ സമയത്താണ് ഈ കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് GT ചെയ്യണതിന്റെ ഇമ്പോർട്ടൻസ്. കാരണം ഞാൻ ഒരു സ്റ്റേജിൽ പോലും പാനിക് ആയില്ല. എനിക്ക് എക്സാം ഓവറോൾ നവംബർ INA എനിക്ക് വലിയ റാങ്ക് ഒന്നുമില്ല, പക്ഷെ നവംബർ INA കാട്ടി എനിക്ക് പാടായിരുന്നു എന്ന് എനിക്ക് അവിടെ ഇരുന്നപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ ഐ വാസ് ടെല്ലിങ് മൈസെൽഫ് എല്ലാവർക്കും പാടായിരിക്കും, എനിക്ക് മാത്രമല്ല. ഒരു മാരോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി GT സ്കോർ എടുത്തിട്ടുണ്ടായിരുന്നു. കുറെ എടുത്തിട്ടുണ്ട്, ഒരു 20 GTs അങ്ങനെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട്. ഞാൻ ഒരു ലാസ്റ്റ് ആയപ്പോഴത് ചെയ്തു തുടങ്ങി, ഒരു 5 or 6. സ്റ്റിൽ ദാറ്റ്സ് ഗുഡ്. അത് ചെയ്യാത്തുണ്ട്, അത് ചെയ്ത് കിട്ടുമ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ? അത് മാത്രമല്ല, ഞാൻ ഇതുപോലെ 130 ഒക്കെ ആയിരുന്ന സമയത്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് പോയത്. പക്ഷെ ഇത് നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി കോമ്പാക്റ്റ് ആയിട്ട്, നമുക്ക് മാനുവലാണെങ്കിൽ നമുക്ക് എടുത്ത് സൂം ചെയ്ത് നോക്കാം ഇമേജസ്, അങ്ങനെ ഒന്നും പറ്റില്ല. അതൊക്കെ വന്നപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് എഴുതിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്റർഫേസ് മാറിയതിന്റെ തന്നെ ആയിട്ട് എനിക്ക് കുറെ സ്കോർ താഴേക്ക് പോവായിരുന്നു. അത് കഴിഞ്ഞ് അതില് പോകണമെന്നല്ലേ, താഴേക്ക് പോകണം അല്ലേ? ശരിക്കും നമ്മൾ വെച്ചാൽ നമ്മളെ പൊസിഷന്റെ അഡ്വാൻറ്റേജ്, നമ്മളെ സ്ക്രീനിന്റെ അഡ്വാൻറ്റേജ്, നമ്മൾ സ്ഥിരം കാണുന്ന ഇന്റർഫേസിന്റെ അഡ്വാൻറ്റേജ്, ഇത് മാത്രം വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതൊക്കെ മാറുമ്പോൾ നമ്മൾ അതിന് താഴെ പോകും. അപ്പൊ ആ അഡ്വാൻറ്റേജ് ആദ്യം തന്നെ നമ്മൾ തള്ളി പൊട്ടിക്കണം അല്ലേ? തള്ളി പൊട്ടിച്ച് ഈ സാധനങ്ങളൊക്കെ ഒരു കമ്പ്യൂട്ടർ ലാബില് ഫെമിലിയർ അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എഴുതി അതൊരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഞാനിപ്പോ റീസെന്റ് കണ്ടു വെച്ചാല് പുറത്തേക്ക് യാത്ര പോയ സമയത്ത് വേറെ കൺട്രിയിൽ നിന്ന് ഡ്രൈവ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്, വേറെ കൺട്രിയിലെ റൂളാണ് അങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾക്ക് എവിടെ പോയി ഡിഫറെന്റ് വെഹിക്കിൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയി തോന്നിയിട്ടുണ്ട് അല്ലെ? പിന്നെ ഈ GT സ്കോർ എന്താണ് എക്സാം എഴുതുമ്പോൾ തോന്നിയ ഫീലിംഗ് എന്താ? നേരത്തെ എക്സാം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സെഷൻ കുറെ കൂടി എളുപ്പമായിരുന്നു. എനിക്ക് എപ്പോഴും ഇനിസിറ്റ് എഴുതുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് കാണാൻ തന്നെ പറ്റാറില്ല, ഭയങ്കര ടൈം കൺസ്ട്രെയിൻ ഉള്ള എക്സാം ആണല്ലോ. പക്ഷെ എനിക്ക് ആദ്യത്തെ സെഷൻ ചെന്നിരുന്നപ്പോൾ തന്നെ ഒരു ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നല്ല ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെ തോന്നി. ആദ്യത്തെ സെഷൻ ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ ആ ഒരു കോൺഫിഡൻസിൽ സെക്ഷൻ കയറി കഴിഞ്ഞപ്പോൾ ടഫായിരുന്നു. ഫാർമൊക്കെ കുറച്ചുകൂടി കൂടുതൽ അതിലായിരുന്നു. അങ്ങനെ റീസെന്റ് അപ്ഡേറ്റ്സ് ഓഫ് താലുപാട്ട്, അതിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ വീണ്ടും കോൺഫിഡൻസ് ഒന്ന് ഇതായി. പക്ഷെ 3ഉം 4ഉം ഒരു മോഡറേറ്റ് ആയിരുന്നു. അങ്ങനെയായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരുടെ എങ്ങനെയുണ്ട് എക്സാം എന്നുള്ളത് അറിയണം. എനിക്ക് തോന്നിയത് മുന്നേ ഇപ്പോൾ INA മോക്ക് മാരോടെയൊക്കെ എഴുതിയതിനേക്കാളും കുറെ കൂടി എളുപ്പമായിരുന്നു എന്ന് തോന്നിയായിരുന്നു. മുന്നത്തെ INA വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ അറിയില്ല. അന്ന് ആകെ ഞങ്ങൾക്ക് 2 സബ്ജക്ട്സോ അങ്ങനെ 3 സബ്ജക്ട്സ് എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അത് 90,000 നിങ്ങൾ അറിയാതിരുന്നുണ്ടെങ്കിൽ 2 സെയിം ക്ലാസ്സിലാണ് അതേപോലത്തെ റാങ്ക് എത്തിയിട്ടുണ്ട്. ഈ സ്പെഷ്യാലിറ്റി ഒരേപോലെ തന്നെയാണോ? എന്താ സെലക്ട് ചെയ്യാൻ പോകുന്നത്? പീഡിയാട്രിക്സ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, സർജറി. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർജിക്കൽ സ്പെഷ്യാലിറ്റി അത്ര എക്സ്പോഷർ ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. എന്നാലും എന്താണ് ഞാനിപ്പോ നമ്മുടെ സീരിയസ് എല്ലാ 62nd ബാച്ചിലെ ഓൾമോസ്റ്റ് എല്ലാ എയിംസിലും ആരെങ്കിലൊക്കെ ആയിട്ടുണ്ട്. സർജറി ഡിപ്പാർട്ട്മെന്റ്സിലും ഉണ്ട്, ചിലത് അല്ലാതെ ഉണ്ട്. ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ അറിയുന്നത് നമ്മുടെ സ്റ്റേറ്റ് കോളേജ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്, ഹാൻഡ്സും കുറവാണ്. MCH പോകാനുള്ള നല്ലൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് മാത്രമല്ല എക്സ്പോഷർ ഉള്ള എല്ലാം ലാപ്രോസ്കോപ്പിയിലാണ്. അതിപ്പോ ഒരു ഫ്യൂച്ചർ ലാപ്പാണ് എന്നുള്ളൊരു ഇതുണ്ട്. അതിൽ അത്യാവശ്യം ഹാൻഡ്സ് ഓൺ ഉണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ലാപ്പ് ചെയ്യാം. രണ്ടുപേരും നീറ്റ് തോന്നി നോക്കുന്നില്ല, പറഞ്ഞ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആക്കിയോ? പെർഫെക്റ്റ്ലി എടുക്കാൻ പറ്റുന്ന റാങ്ക് സ്കോറിൽ തന്നെ അലോട്ട്മെന്റിന്റെ പ്രോസസ് ഒക്കെ തുടങ്ങുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് സ്പെഷ്യാലിറ്റി തന്നെ ചൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷയമാണ്. ആൻഡ് ഈ വർഷം പ്രിപ്പറേഷൻ പോകുന്ന നീറ്റിന് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആവും. നിങ്ങളെ തന്നെയാണ് അവിടെ കാണേണ്ടത്. മേ ബി അന്നത്തെ എക്സാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിഷമം കാരണം, മേ ബി മൈൻഡിന്റെ ഒരു സ്ലിപ്പ് കാരണം തെറ്റിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ പോകുന്ന ആളോട് എന്താണ് വെരി സ്ട്രോങ്ലി പറയാനുള്ളത്? കൺസിസ്റ്റൻസിയാണ്. എല്ലാ ദിവസവും ഇപ്പൊ ഒരു ദിവസം 15 മണിക്കൂർ പഠിച്ചു, വേറെ ദിവസം 3 മണിക്കൂർ പഠിക്കുന്നത് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കണേ. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ 3 month കീപ്പ് ചെയ്ത്. അപ്പൊ നിയാസ്കൻ എപ്പോഴും പറയാറുണ്ട് ഇനിസെറ്റിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നീറ്റിൽ കയറിയിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഞാൻ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. വേറെ ഒരു പരിപാടിക്കും പോയിട്ടില്ല, ക്ലാസ്സുകളൊന്നും മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും എങ്ങനെയായാലും ഒരു 8 hours 10 hours പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ മാത്രം നോക്കിയാൽ മതി, നിങ്ങളുടെ എഫേർട്ടിൽ മാത്രം നോക്കിയാൽ മതി. GT സ്കോർ പയ്യെ കയറിക്കോളും എന്നുള്ളതാണ് എനിക്ക്. ഇപ്പൊ ഒരു GT സ്കോർ ഒക്കെ ഒരു 110 ഒക്കെ ഉള്ള ആള് അല്ലെങ്കിൽ ബിലോ 110 ഉള്ള ആള് എത്ര റാങ്ക് നീറ്റിലേക്ക് ടാർഗറ്റ് ചെയ്യാം? അവരെന്തെല്ലാം വർക്കുകൾ ചെയ്യണം? അങ്ങനെ ടാർഗറ്റ് ആണ് അവര്
ഒരു അടിപൊളി റാങ്ക് തന്നെ ടാർഗറ്റ് ആണ്. GT സ്കോറിന്റെ ബേസിസ് റാങ്ക് ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇരിക്കൂല. മേ ബി ഒരു ഫൈനൽ ടോപ്പർ ഒന്നും ആയില്ല വിചാരിക്കാം, അല്ല വിചാരിക്കാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്നാലും കാരണം എന്റെ ലാസ്റ്റ് GT സ്കോർ 133 എനിക്ക് എക്സാമിന് 152 ആയിരുന്നു. ഓക്കെ, ഇതേ നവംബർ എനിക്ക് 94 ആയിരുന്നു ലാസ്റ്റ് മോക്കിന്. എനിക്ക് എക്സാമിന് 119 ആയിരുന്നു. അപ്പൊ എനിക്ക് സെൽഫായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എക്സാം ഡേന് കാമായിട്ട് ഇരുന്ന യു ക്യാൻ ഡു സോ മച്ച് ബെറ്റർ. കാമായിട്ട് ഇരിക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും താല്പര്യമില്ല കാമായിട്ട് ഇരിക്കാന്നുള്ളത്. പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക. അതായത് ഇത്രയും കാലം പഠിച്ചത് ആ ദിവസം വരും. പിന്നെ ആ ലേണിംഗ് കർവ് പറയുമല്ലോ, അതെനിക്ക് ആദ്യമൊക്കെ എന്തായി പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് എനിക്കത് മനസ്സിലായി. കാരണം ഇപ്പൊ എന്റെ സെക്കൻഡ് റിവിഷൻ കഴിഞ്ഞിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്തൊരു തോന്നലുണ്ടായിരുന്നു. GT സ്കോർ താഴെ നിന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് ആ കർവിൽ പറയുന്ന പോലെ തന്നെ ഒരറ്റത്ത് നമ്മൾ GT സ്കോർ നോക്കുക. ആ കർവ് ഞാൻ ഉണ്ടാക്കിയതല്ലോ. എന്നാലും പറയുമ്പോ എല്ലാ മീറ്റിംഗും ഒരേ കർവും. പിന്നെ ഇങ്ങനെ ചാറ്റിലൊക്കെ കണ്ട് കഴിഞ്ഞ വർഷം ഈ കർവിനെ പറ്റി പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നും ലാഫിങ് മോജൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് സത്യമാണ്. മീറ്റിംഗിൽ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നമ്മുടെ കാര്യത്തിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എക്സാമിന് അന്നത്തെ ടൈം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലേ. നമ്മൾ വേറെ ഉഴപ്പൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, മേ ബി ഫ്രണ്ട്സിന്റെ മാരേജോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഡേ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ആ ഡേ കിട്ടാതിരിക്കും എന്നുള്ളതല്ല ഇമ്പോർട്ടൻസ്. ഇത്രത്തോളം നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു എനർജി വരും അല്ലേ. അതാണ് മോറായിട്ട് തോന്നുന്നത്. ഇപ്പം നീറ്റിലേക്ക് പോകാൻ പോകുന്ന കുട്ടികൾ എന്തൊക്കെ പ്രീ റിക്വസിറ്റ്സ് ഉള്ള ആളുകൾ നല്ല റാങ്കിലേക്ക് എത്തും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇനി പോകാൻ പോകുന്നത് ഇപ്പൊ 26 നീറ്റ് August 30 നടക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 110 അല്ലെങ്കിൽ 108 106 അല്ലെങ്കിൽ 115 GT സ്കോർ നിൽക്കുന്ന ആളുണ്ട്. അവർക്ക് എന്തൊക്കെയുള്ള ആളുകൾ മേ ബി എന്തൊക്കെ പ്രീ റിക്വസിറ്റ്സ് വേണം ഇനി ഒരു 160 എത്താൻ? ഞാൻ 160 എത്തിയിട്ടില്ല GTയില്. എന്നാലും അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടഫസ്റ്റ് എക്സാമിൽ 152 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 165 തന്നെയാണത്. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ലൈക്ക് സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിരുന്നു. ലൈക്ക് ഐ ക്യാൻ ഡൂ ദിസ് എന്നൊരു സാധനമുണ്ട്. ലൈക്ക് എനിക്ക് തന്നെ തുടങ്ങിയപ്പോൾ ഞാൻ KMCT നിന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്നാണ്. എയിംസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ, ലൈക്ക് നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യും. നമ്മുടെ കോളേജിൽ പഠിപ്പിക്കണത് തന്നെയാണോ ഇപ്പൊ CMC പഠിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെ തോന്നിപ്പോ. CMCക്കാർക്ക് എന്തോ അഡ്വാൻറ്റേജ് ഉണ്ട് തോന്നുന്നല്ലേ. ക്ലാസ് കയറിയിട്ടുണ്ടാവില്ല, അതാണ് പഠിപ്പിച്ചപ്പോ ഉണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ അതില്ല. എനിക്ക് ആ തോട്ട് ലാസ്റ്റൊക്കെ പോയി. കാരണം CMCയിലുള്ള ആൾക്കാരെല്ലാം റിട്ടയർ ചെയ്താണ് ഞങ്ങളുടെ HODs ആണ്. ഞങ്ങൾ ഇന്ന് പറയായിരുന്നു ഞങ്ങളുടെ മെഡിസിൻ HOD തുളസി സാറായിരുന്നു, OBJ ആണ്, നസിമാണ്. സർജറി ഒക്കെ എല്ലാവരും അവിടെ ഉള്ളവര് റിട്ടയർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ജോജി സാറുണ്ട്, ഗോപി സാറുണ്ട്. അക്കാഡമിക്കലി അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ്. കോളേജ് ഇസ് നോട്ട് എൻ ഇഷ്യൂ. വേറെവർ യു സ്റ്റഡി ഓർ UG അതുവരെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു 12 months നമ്മൾ കട്ടക്കിരുന്ന ചിലപ്പോ ആ കാരണം പറഞ്ഞ് എല്ലാവർക്കും പഠിക്കാതിരിക്കുമോ, ഞാനിപ്പോ ഒരു പ്രൈവറ്റ് കോളേജാ പറഞ്ഞത് എന്ന് പറയുന്നത് എന്തിനാ, പഠിക്കാണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോൾ പറയുന്ന ആൾക്കാരുണ്ടാവും. സെൽഫായിട്ട് നമുക്ക് ഇത് വേണം, ഒരു എയിം വേണം, ടാർഗറ്റ്. മറ്റേ എന്താ മാനിഫെസ്റ്റേഷൻ ഒക്കെ അറിയില്ല. എന്റെ റീഡിംഗ് റൂമിൽ ഞാൻ കുറെ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ യു ഗോട്ട് ദിസ് അങ്ങനെ കുറച്ച് കോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ടാർഗറ്റ് May 16, 2026 എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് എന്നും കാണുമ്പോ ഒരു കൊള്ളാം പറ്റും. റാങ്ക് ഒന്നും എഴുതി വെച്ചില്ല. ഇത് തന്നെ ഞാൻ ആക്ച്വലി വീട്ടിൽ പോയപ്പോ ഞാൻ വേറെ സ്റ്റിക്കിനോട്ട് മേലെ ഒട്ടിച്ചു. എങ്ങനെ കിട്ടിയില്ല തിരിച്ചു വന്നിട്ട് നീറ്റിന്റെ. അപ്പൊ ആക്ച്വലി ഞാൻ എക്സാം എഴുതണതിന് മുമ്പ് പഠിക്കാൻ വേണ്ടി മോട്ടിവേഷനാണ്. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കത് പോയി. പിന്നെ എനിക്ക് മെയിനായിട്ട് ഒരു നീറ്റിന് എഴുതുമ്പോൾ ഒരു കോൺഫിഡൻസ് വേണമല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. ഇത് ഞാനൊരു GT ആയിട്ടാണ് ചെറുതായിട്ട് കണ്ടത്. കാരണം എൻ്റെ നവംബർ തന്നെ റാങ്ക് വെച്ച് ഇതിലോട്ട് ഇങ്ങനെ എത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഈവൻ ദോ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ GT അല്ലെങ്കിൽ പ്രോഗ്രഷനൊക്കെ പോയോണ്ടിരിക്കുന്ന ഈ ലേണിംഗ് കർവ് പോയോണ്ടിരിക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ അരവിന്ദൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ്ക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡിപ്പ് ഫീൽ ചെയ്തു. ആ ഡിപ്പിലും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് അരവിന്ദിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ആ ഡിപ്പുള്ള സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ എക്സ്ട്രാ സ്ട്രെങ്തറായി മാറുന്നു എന്നുള്ളതാണ്. അതാണ് ചിലപ്പോൾ ആ എക്സാമിന്റെ അന്നത്തെ ഡേക്ക് നല്ലൊരു സ്കോറിലേക്ക് ലാൻഡ് ചെയ്യാനുണ്ടായ കാരണം അല്ലെ. ഇങ്ങനെ 2000 സ്കോർ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്. എനിക്ക് 150 ആയിരുന്നു കറക്റ്റ്, 140 റോങ് ആയിരുന്നു, 10 ലീവ് ചെയ്തു. എനിക്ക് 152 കറക്റ്റ്, 3 വിട്ട് 45 തെറ്റ്. അങ്ങനെ പറയുകയാണെങ്കിൽ 137 അറൗണ്ട് ആണ് സ്കോർ രണ്ടുപേരും വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഡെസിമലിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു 12-13 റാങ്കിന്റെ ഡിഫറൻസിലേക്ക് ലാൻഡ് ചെയ്യാനുണ്ടായ കാര്യം. ആൻഡ് അരവിന്ദ് പറഞ്ഞ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അതിപ്പം ക്രിസ്റ്റലിന് എടുത്ത് പറയാൻ പറ്റും.
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പഠിച്ചു എന്നുള്ളതിന്റെ എന്തൊക്കെ അഡ്വാൻറ്റേജ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഗവൺമെന്റ് പഠിച്ചതാന്നുള്ളൊരു ഒരു തോന്നല് മേ ബി ഞാനെന്തായാലും കാണുന്നത് എന്താ വെച്ചാല് 5 വർഷം മുന്നേ നടന്ന ഒരു ഇൻസിഡൻസ് ആണ് പ്രൈവറ്റിലേക്കോ ഗവൺമെന്റിലേക്കോ ഒരു സ്ക്രീൻ നടന്നുണ്ട്. ഇതിന്റെ ശേഷം ഇവര് നല്ല ഉഴപ്പന്മാരായി മാറാം, നല്ല പഠിക്കുന്ന ആളായി മാറാം, ഡിസിപ്ലിൻഡ് ആയി മാറാം, എന്ത് ചേഞ്ചസ് ഉണ്ടാവാം അല്ലെ. അന്ന് പ്ലസ് 1 കഴിഞ്ഞ സമയത്ത് ഒരു കുത്തിയിരുന്ന് പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല അല്ലെ. എന്നാലും തോന്നിയിട്ടുണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് കണ്ടിട്ടുണ്ടായിരുന്നു? കുറച്ച് നല്ല സീനിയേഴ്സിനെ കിട്ടിയായിരുന്നു ഇവിടുന്ന് തന്നെ ഞങ്ങളുടെ റേഞ്ച് അതിന് താഴെയും പഠിച്ചിരുന്ന ആൾക്കാരാ. ഇവിടുന്ന് തന്നെ പോയ 60th ബാച്ചിലെ കുറച്ച് പേരെ ഫ്രണ്ട്സ് സീനിയേഴ്സായി കിട്ടിയായിരുന്നു. അവർ തന്നെയായിരുന്നു ഞങ്ങൾ എടുത്ത വീടിന്റെ മുകളിൽ നിന്നിരുന്നത്. അപ്പൊ അവര് നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നു അവരുടെ ഒരു മാർക്ക് വെച്ച് നമ്മുടെ മാർക്ക് വെച്ച്. അതുണ്ടായിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അക്കാഡമിക്കലി അങ്ങനെ വലിയ അഡ്വാൻറ്റേജ് ഒന്നും കോളേജിൽ നിന്ന് അത്രയധികം ക്ലാസ് ഒന്നും കയറാത്തോണ്ടാണോ? ഞാൻ അങ്ങനെ പഠിക്കാത്തതുകൊണ്ടായിരിക്കും. എനിക്ക് അത്രത്തോളം അങ്ങനെ ഗവൺമെന്റിൽ നിന്ന് പഠിച്ചു എന്നുള്ള എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒന്നും. പിന്നെ നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ? രണ്ടുപേർക്കും മെന്റേഴ്സ് ആർക്ക്? സഞ്ജയ് സാർ തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ കിട്ടി? മേ ബി ആസ് എ സീനിയർ മുന്നിൽ ആ പാത്തിലൂടെ പോയ ആൾ എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങൾ ഗൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഉണ്ട്. ഓരോ സമയത്ത് നമുക്ക് ഇതിലേ പോയ ആൾക്കാരെ കൊണ്ട് ഓരോ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന എന്താണെന്നവരൊക്കെ ആദ്യമേ അറിയാം നമുക്ക് എന്താ നമുക്ക് പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നല്ലോണം സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. ബൂസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ബൂസ്റ്റ് ചെയ്യുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് അയക്കുമായിരുന്നു. GT സ്കോർ മെയിനായിട്ട് കുറയുമ്പോഴാണ് മെസ്സേജ് അയക്കുക. അപ്പോൾ ആ സമയത്ത് ബൂസ്റ്റ് ചെയ്യാൻ, പിന്നെ ഏത് സമയത്ത് ഇത്ര ക്വസ്റ്റ്യൻ കൂട്ടണം, ഇനി സ്പീഡാക്കാറായി അല്ലെങ്കിൽ അവേഴ്സ് കൂട്ടാറായി, ഇത് പോരാന്ന് പറയാനുള്ള ആ ടൈമിൽ ഇൻട്രെയിൻ ചെയ്യാൻ അരവിന്ദിന് കിട്ടിയ വൺ ഓഫ് ദ ഗുഡ് സപ്പോർട്ട് പറയുകയാണെങ്കിൽ സഞ്ജയ് ചേട്ടൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു ഇവന്റ് എന്ന് വെച്ചാൽ INAക്ക് ഒരു 1 വീക്ക് മുമ്പ് ഞാൻ കുറച്ച് IPL കാണുമായിരുന്നു. ചെന്നൈ ഫാനായിരുന്നു. അപ്പം ഞാൻ എന്തേ വെച്ചാൽ എൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ചെന്നൈയുടെ മാച്ചുള്ളപ്പോൾ ഒരു സ്റ്റാർ ഇട്ടിട്ട് അന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ ഇട്ടിട്ട്, കാരണം എനിക്കറിയാം ഞാൻ കുറച്ച് അങ്ങനെ ഡിസ്ട്രാക്റ്റ് ആവുന്ന ആളാണ് നാച്ചുറലി. അപ്പം എൻ്റെ വീക്ക്നെസ് അതാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ദിവസത്തിൽ ഞാൻ ഒരു ദിവസം ഫുൾ എടുത്തിട്ട് ഗൈനക്ക് മാത്രം OBG തൊടാതെ, ഞാൻ അന്ന് ഒബ്സ് ഗൈനി എന്ന് പറഞ്ഞ് വെച്ചതാണ്, അത് മാത്രമേ റിവൈസ്. അപ്പം ഞാൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ ഇന്ന്. അപ്പോൾ ചേട്ടൻ നമ്മൾ സ്വന്തം ചേട്ടൻ വഴക്ക് പറഞ്ഞു, നീ എന്താണ് കാണിക്കുന്ന എക്സാമിന് 7 ദിവസം ഉള്ളപ്പോൾ നീ എന്താ നീ എത്രയൊന്നും പോരാ. അപ്പോൾ ആ ചീത്ത പറഞ്ഞുകൊണ്ട് ആ 7 ദിവസം എനിക്ക് ഭയങ്കര ബൂസ്റ്റ് ആയിരുന്നു. കാരണം അവസാനത്തെ 5 ദിവസത്തിൽ ഞാൻ 19 സബ്ജക്റ്റും വായിച്ചു. അതിന്റെ IPL കാണുന്നത് നിർത്തിയോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോ? എക്സാമിന്റെ തലേന്ന് കളി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വെച്ച് ചെന്നൈ പരിതാപകരമായി തോറ്റു. അത് കളി നേരത്തെ കഴിഞ്ഞ് ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങി. ചെന്നൈയുടെ IPL തോൽവി റാങ്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ട് തോന്നിയിട്ടുണ്ടല്ലേ? സൗണ്ടുണ്ട് നന്നായിട്ട്. കാരണം കളിയൊക്കെ തോക്കണോണ്ട് പിന്നെ പ്ലേ ഓഫിലും കയറില്ല എന്നൊരു ഹോപ്പിന്. അതുകൊണ്ട് ഫോളോ അപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തോക്കുമെന്ന് തോന്നിയ കളികളൊക്കെ ഞാൻ പിന്നെ അണച്ചു വെക്കും. സഞ്ജയ് ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ സഞ്ജയ് ഔട്ടാവണവരെങ്കിലും കാണാം. പക്ഷെ കാണുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും വെറുതെ. സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ടിട്ട് അങ്ങനെ കംപ്ലീറ്റ് അവോയ്ഡിങ് അല്ല. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. കളിയും കാണുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആ പോസ്റ്റിൽ നിന്നായിട്ട് ഇറങ്ങാണ്ട് നോക്കൂല്ലേ. കാരണം അതിൽ നിന്ന് ഒരു ഡേ ഒക്കെ ബ്രേക്ക് വന്നാൽ പിന്നെ തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 4 hour കളിയാണ്. അപ്പൊ ഈ വേൾഡ് കപ്പ് വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതിനാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. വേൾഡ് കപ്പ് ശ്രദ്ധിക്കാൻ വേണ്ട, അതാണ് മെയിന്. എനിക്ക് പിന്നെ എന്റെ ഭാഗത്ത് കുറച്ച് ലക്കം കൂടെ ഉള്ളതുണ്ട. അപ്പൊ ഈ വേൾഡ് കപ്പ് ഒന്നാമത് നോക്കണം. IPL കണ്ടെന്നല്ല, ക്രിസ്റ്റൽ നോക്ക് കളി കാണുന്നതിന്റെ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ട് ക്വസ്റ്റ്യൻ കൂടി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളിനോടല്ല, മീൻസ് പഠനത്തിനോട് ഡിറ്റാച്ച് ചെയ്തില്ല എന്നുള്ള സാധനം ഉണ്ട്. അതാണ് ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞില്ലേ, ആ കളി കാണുന്ന 3 മണിക്കൂർ പോയി എന്നുള്ളതല്ല, നമ്മൾ പഠനത്തിനോട് കാണിക്കുന്ന ഡിറ്റാച്ച്മെന്റ് ആണ് നമ്മളെ താഴേക്കും മുകളിലേക്കും ഒക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് IPL കണ്ടു കഴിഞ്ഞാൽ കീപ്പ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ്. പിന്നെ സന്ധ്യ പറഞ്ഞുകൊണ്ട് പിന്നെ അധികം മുന്നോട്ട് അതിന് പിന്നാലെ പോയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ഞാൻ ആരോട് സജസ്റ്റ് ഒന്നും ചെയ്യണില്ല ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആയിരിക്കണം. ഇത് എന്റെ ഡിസ്ട്രാക്ഷൻ ആയിരുന്നു, അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് റാങ്ക് കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. അതും മാനേജ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ പീക്ക് ഡിസ്ട്രാക്ഷൻസ് വരെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എടുത്ത് പറയുകയാണെങ്കിൽ മേ ബി ഇങ്ങനെ നമ്മളിപ്പം IPL കണ്ടതല്ല, എന്നാലും അക്കാഡമിക്കലി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അത് പിന്നെ ഭാവിയിലേക്ക് വേണ്ടാന്ന് തോന്നി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പിള്ളേരോട് ചെയ്തു പോകണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഞാൻ ചെയ്തൊരു വളരെ വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ TND വേറൊരു സോഴ്സിനെ കാണുന്നതിന് കുഴപ്പമില്ല, നമ്മുടെ എലിമിനേഷൻ സ്കിൽസ് ഇതാകും. പക്ഷെ ഞാനാണെങ്കിൽ ആ TNDയിൽ എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ എഴുതുമായിരുന്നു. ഞാൻ നോട്ട്ബുക്ക് എടുത്തിട്ട് സബ്ജക്ട് വൈസ്
എനിക്ക് ലാസ്റ്റത്തെ ഒരു മാസം അത് തൊടാൻ തന്നെ സമയം കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ ഉള്ള നോട്ട് തന്നെ നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അത് ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള നോട്ടില്ലേ ക്ലാസ് റൂമിൽ നിർത്തെ, അത് എത്ര പെർസെന്റേജ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്? ഐ മീൻ കവർ ചെയ്തിട്ടുണ്ടാവും, കോൺഫിഡന്റ് ആണ്? ഞാൻ പറഞ്ഞ ചില സബ്ജക്ട്സാണ് ബാട്ടിൽ വന്ന്, ആ സബ്ജക്ട്സ് ഞാൻ 100% കോൺഫിഡൻസ്. ഒഫ്താല് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂല. പക്ഷെ പിന്നെ കമ്മ്യൂണിറ്റി ഒക്കെ ഞാൻ ഭയങ്കര, എനിക്ക് ആ നോട്ട് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ അത്ര സ്ട്രോങ് ആയിരുന്നു. അല്ല, സ്പെസിഫിക്കലി ചോദിക്കുന്നത് ചില ആളുകൾ ചില ഷോർട്ട് കോഴ്സിനൊക്കെ അവസാനം പ്രാധാന്യം കൊടുക്കും. ഒരു 120 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാലാണോ നമ്മൾ ഇമ്പ്രൂവ് ആവുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. എന്താ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനുള്ളത്? അത് ഇപ്പോൾ ഈ ANA ആണെങ്കിലും ഒരു 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആൻസറബിൾ ആയിട്ടാണ് ഞങ്ങൾക്ക് രണ്ടൊക്കെ തോന്നുന്നത്. പിന്നെ ഒരു 100 ക്വസ്റ്റ്യൻസിൽ ഒരു 50 നമ്മുടെ ഇൻഡ്യൂഷൻ ബേസ്ഡും നമ്മൾ ഈ പഠിച്ച സാധനങ്ങൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എലിമിനേഷൻ. പിന്നെ ഒരു 50 ഉണ്ട്. ആ 50ലാണ് ഓൾ ഇന്ത്യ 1 ഒക്കെ ഡിസൈഡ് ആകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ 50 എനിക്ക് ഒരു 2 ശരിയായിട്ടുള്ളൂ. അപ്പോൾ ആ 50ന്റെ പുറകെ പോവണ്ട, ഈ 150 ശരിയാക്കണം ആദ്യം. അപ്പോൾ അത് സ്ട്രോങ് ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് ലെയർ ആയിട്ട് മാത്രം ഒരു ഷോർട്ട് കോഴ്സ് ആഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഞാൻ പിള്ളേരോട് പറയാറുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ഗ്രൗണ്ട്, അതായത് നമ്മളുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, നമ്മുടെ കയ്യിലുള്ള നോട്ട്സ്, അതിലൊരു മോർ ദാൻ 80-90% കോൺഫിഡന്റ് ആവുക. അതിന് ശേഷം അതിലൊരു 150 സ്കോർ GT വരിക. അതിന് ശേഷം മാതിരി ഈ ഷോർട്ട് കോഴ്സസ് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുന്നത് മേ ബി അത് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനാ, അല്ലാതെ അവിടുന്ന് കണ്ടന്റ് കുറെ ഗെയിൻ ചെയ്യാനല്ല. ഒരു ഡിഫറെന്റ് ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അല്ലെ. എന്താണ് ക്രിസ്ത്യന് തോന്നിയിരിക്കുന്ന അവോയ്ഡബിൾ തിങ്സ് യു ഹാവ് ഡൺ? ഞാൻ GT റിവ്യൂ ചെയ്യുമ്പോൾ അതിരുന്ന് വായിക്കുമായിരുന്നു. ഇപ്പൊ മാരോ ആണെങ്കിൽ മാരോ ഭയങ്കര ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും. അതും കുറേ ഇങ്ങനെ ഒരു ഹൈ ലെവൽ ഇതായിരിക്കും. അപ്പോൾ അത് വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്താൽ പോലും 2 മണിക്കൂർ ഒരു ദിവസം എടുത്താൽ പോലും ഒരാഴ്ചയൊക്കെ എടുക്കും എൻ്റെ GT റിവ്യൂ കഴിയാൻ. അതൊരു അവോയ്ഡബിൾ സാധനമാണ്. അത്രയും ടൈം റിവ്യൂ ചെയ്യാൻ സമയത്ത് കൊടുക്കുന്ന നല്ലത് തോന്നേ ഒരു 4 hours മാക്സിമം അത് മതി ശരിക്കും. 3 to 4 hours റിവ്യൂ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ഡേയിൽ GT ചെയ്ത് റിവ്യൂ ചെയ്ത് തീരുക എന്നുള്ള രീതിയിലാണ്. വേറെ എന്തെങ്കിലും ഒരു ഇൻക്രീസ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കുകയാണ്, മേ ബി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. സഞ്ജയ് റെഗുലർ ആയിട്ട് മെന്ററിനെ കണക്ട് ചെയ്തിരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായ കാര്യങ്ങൾ, ഒരു മെന്ററിന് ഉപദേശ കാര്യങ്ങൾ നോക്കാറുണ്ടായത്, GT ചെയ്യാറുണ്ടായിരുന്നു, GT കമ്പ്യൂട്ടർ ബേസ്ഡ് കൊടുക്കാറുണ്ട് എന്നൊക്കെ ഞാൻ ഇപ്പോൾ ഇതിന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടി. സോ ഇതേപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തത് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. റാങ്കിങ് വരുന്ന എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ PG-യിലാണെങ്കിൽ PG എന്ന് പറഞ്ഞ ആപ്പിൽ ഡെയിലി എക്സാംസ് ഉണ്ടാവും. അതിൽ നമുക്കൊരു റാങ്ക് കാണാം. ഇപ്പോൾ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ബാട്ടിയെ തന്നെ 2-3 റിവിഷൻ ഷെഡ്യൂൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിലൊന്നാ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മറ്റ് റിവിഷൻ ഓൺലൈൻ ബാച്ചിൻ്റെ റിവിഷൻ ഷെഡ്യൂളിലെ എല്ലാ എക്സാമും കയറി എഴുതുമായിരുന്നു. ചുമ്മാ ഓടിച്ച് റിവ്യൂ ചെയ്ത് വിടും. നമ്മൾ ഏതാണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാറുള്ളെങ്കിലും ബാക്കി എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഈ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ റാങ്ക് ഒക്കെ ഒരു റേഞ്ചിൽ നമുക്ക് കാണുമ്പോൾ വിഷമം വരില്ല, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് കുറെ പേര് ചോദിക്കുന്നതാണ് റാങ്ക് എക്സാം അറ്റൻഡ് ചെയ്യാം, പക്ഷേ എക്സാമിൽ നമ്മൾ ടോപ്പിൽ കണ്ടില്ല നമുക്കൊരു വിഷമം വരും. അത് തുടക്കത്തിലേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച ലാസ്റ്റ് ടൈം എല്ലാ സബ്ജക്റ്റും കൂടി വരുമ്പോൾ കയറുമായിരിക്കും ആ ഒരു സാധനം ഞാൻ വിചാരിക്കുമായിരുന്നു. കാരണം ആദ്യത്തെ പേജുകളിലൊന്നും അങ്ങനെ ആദ്യം പേര് വരാറുണ്ടായിരുന്നില്ല നമ്മുടെ വെച്ച് നോക്കാം. പിന്നെ ഈ എപ്പോഴും പറയുന്നുള്ള എക്സ്ട്രാപ്ലേഷൻ നമ്മളെപ്പോഴും ആലോചിക്കുമായിരുന്നു. ഇപ്പം ഇവിടെ കാലിക്കറ്റ് പാർട്ടി ഇങ്ങനെ, അപ്പോൾ ബാക്കി മൊത്തം പാർട്ടി വരുമ്പോൾ ഇങ്ങനെ എന്നുള്ളൊരു സാധനം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷെ സഞ്ജയ് സാറ് പറഞ്ഞിട്ടുണ്ട്, സഞ്ജയ് സാർ ഒരിക്കൽ പോലും റാങ്ക് 1 റാങ്ക് 10 ഒന്നും അതിലോട്ടൊന്നും കയറിയിട്ടില്ല, എപ്പോഴും അതിൽ പുറകിലായിരുന്നു. എക്സാക്ട്ലി, അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസിസ്റ്റന്റ് ആയ ഒരു മിഡ് ലെവലില്, ഞാൻ തന്നെ ഇപ്പൊ എടുത്തു പറയാറുണ്ട്, റാങ്ക് ലെവലിൽ നിങ്ങൾ മിഡ് ലെവലിൽ കൺസിസ്റ്റന്റ് ആയി കീപ്പ് ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ടോപ്പിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി കൂടുതൽ. ദാൻ ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഒരു ദിവസം 15 മണിക്കൂർ പഠിക്കുന്ന പോലെ ഒരു ദിവസം ഇല്ലാത്തതുപോലെ പറയാണ്. അത് നമ്മൾ ഓരോ ഓവർ ആവേശം കണ്ട് ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്ത് അതിൽ ടോപ്പിലാവും, ചിലപ്പോൾ അതിലേ എത്താൻ പറ്റില്ല. സോ ആ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യുന്നതിനേക്കാളും എവരി എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുക, അതിൽ നമ്മൾ എന്തെങ്കിലും ഗെയിൻ ചെയ്യേണ്ടി നോക്കുക, അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഒരുപാട് സമയമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ തന്നെ റൂംമേറ്റ്, അറിയാം നിങ്ങളെ റൂംമേറ്റ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരോട് ഒരു മിനിറ്റിൽ വളരെ കൺസൈസ് ആയിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ റിലേറ്റഡ് എന്ത് പറയും? ഇനി വേറൊരു പരിപാടിക്കും പോകരുത്. 3 months ഉണ്ട്, 80 days-ഓളം ഉണ്ട്. 80 days ഇതിന് വേണ്ടി തന്നെ ഇരിക്കുക, വേറെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 10 hours 12 hours കീപ്പ് ചെയ്യുക. ക്വസ്റ്റ്യൻ ടാർജറ്റ് ഓരോ ടൈമിൽ ഇപ്പോൾ ഒരു 200 പിന്നെ ഇനി കൂട്ടി വരിക മാത്രം ചെയ്താൽ മതി. GT ഫ്രീക്വൻ്റ്ലി ചെയ്യുക. ഓക്കെ, അപ്പോൾ ചോദിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നവരുണ്ട്, ഏത് ലെവലുള്ള ആൾക്ക് ഏത് ലെവൽ വരെ പ്രോഗ്രസ് ചെയ്യാം?
എനിക്ക് തോന്നിയേക്കുന്നത് നമ്പർ ഓഫ് റിവിഷൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലെവല് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും പെട്ടെന്ന് മാറും. ഇപ്പൊ ഞാൻ ചെയ്തത് എനിക്കൊരു 2 months ഉണ്ടായിരുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ 3 റിവിഷൻസ് അതിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റീഡ് ഒരു 30 days ആയിരുന്നു, പിന്നെ ഒരു 25. ബാട്ടിയുടെ എങ്ങനെ തന്നെയായിരുന്നു ആ ഷെഡ്യൂൾ ആയിരുന്നു. അത് പല രീതിയിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റിവിഷൻ നല്ല ലെങ്തിയിൽ ഇട്ടു, ഒരു 45 days 50 days ചെയ്ത്. പക്ഷെ നമ്മൾ തന്നെ ഷെഡ്യൂൾ ഇട്ട് വന്നു കഴിയുമ്പോൾ ഇത്രയും ലോങ് ആകുമ്പോൾ നമുക്ക് തന്നെ അതൊരു വലിച്ചു നീട്ടാൻ തോന്നും. ഒരിക്കലും ഒരു ഷെഡ്യൂളിൽ തീരരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇട്ട ഷെഡ്യൂളിൽ പെൻഡിങ് വരണം, എന്നാലേ നമുക്ക് അടുത്തയിലേക്ക് പോയി പിന്നീട് വന്ന് വായിക്കാന്നുള്ള ഇതിൽ ചെയ്യണം. ആൾസോ ഓരോ റിവിഷൻ കഴിയുമ്പോൾ എക്സ്പോണൻഷ്യലി നമുക്ക് ഒരു ഗ്രോത്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോ സെയിം സാധനം എത്ര തവണ കാണുന്നു എന്നുള്ളതിലാണ് എനിക്ക് തോന്നിയേക്കണേ കറക്റ്റ്. കാരണം ചിലപ്പോൾ ഒരു 3 ഓപ്ഷൻസ് ഈ പേജിലായിരിക്കും ഞാൻ കണ്ടേക്കണേ, ഒരെണ്ണം ഞാൻ വേറെ ഏതോ പേജിലാണ് കണ്ടേക്കണേ. അതാണ് ഉത്തരം. അങ്ങനെയാണ് എനിക്ക് തോന്നിയേക്കണത്. കാരണം ഇത്രയും മെമ്മറി പവർ ഒക്കെ ഒരു മനുഷ്യനുള്ളൂ. എല്ലാ സാധനവും ഓർത്തിരുന്നതല്ല. ഇന്റലിജൻസിന് അവിടെ ഭയങ്കര റോള് ഉണ്ട് എന്ന് പറയാൻ പറ്റൂല. ഒരു എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് ലൈക്ക് ഡ്രൈവിംഗ്, സ്വിമ്മിങ്, നമ്മൾ കണ്ടങ്ങ് എക്സ്പീരിയൻസ് ചെയ്ത് അതിന്മേൽ നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പൊ ഞാൻ വളരെ വേഗമായി ചോദിക്കട്ടെ, ഒരു 100 ഒക്കെ GT നിൽക്കുന്ന ആൾക്ക് നീറ്റിലേക്കൊക്കെ ആകുമ്പോഴേക്ക് ഒരു 2000 ഉള്ളിലേക്ക് എത്തിക്കാൻ പോസിബിൾ ആണോ? പോസിബിൾ ആണ്. നമ്പർ ഓഫ് റിവിഷൻസ് കൂട്ടിയാൽ പോസിബിൾ ആണ്. 80 days ഒക്കെ മതിയോ അതിന്? 80 days മതിയോന്ന് വെച്ചാൽ 80 days ആയിട്ട് തന്നെ എടുക്കണം. അതിൽ ഇനി സ്കിപ്പ് ചെയ്യാനോ അതിൽ വേറെ പരിപാടിക്ക് പോയാലില്ല. 80 days തന്നെ അവര് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മതി. ടോപ്പിലേക്ക് എന്താ അരവിന്ദൻ എന്താ പറയുക, ഒരു ഫൈനൽ ഇൻസ്ട്രക്ഷൻ അല്ല, ഒരു സജഷൻ സ്വന്തം ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ഒരു. ഞാനും ഇത് പറഞ്ഞല്ല, ഇതാ ലൈക്ക് കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ലൈക്ക് മൈക്രോ റിസൾട്ട്സിന്റെ പുറകെ പോകരുത്. കാരണം എനിക്ക് ഇതുപോലെയായിരുന്നു. ലൈക്ക് ഇങ്ങനെ ടോപ്പ് റാങ്ക് ഒന്നും അങ്ങനെ വന്നിട്ടില്ല, മറ്റേ കപ്പൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് അതെന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ട്. പിന്നെ ആരോ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ കപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആവില്ല, അപ്പൊ പിന്നെ നമുക്കൊക്കെ ഇത് പറ്റുമോ ആ ഒരു തോട്ട് വന്നില്ല. അത്ര കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ്. പക്ഷെ അഗൈൻ നമ്മുടെ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നതിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക, പിന്നെ ഈ സാധനം റീഡു ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ നമ്പർ ഓഫ് റിവിഷൻസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ ആക്ച്വലി ഫസ്റ്റൊക്കെ ഒരു കോൺസെപ്ച്വലി മനസ്സിലാക്കിയാൽ അത് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിച്ചാവാം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എക്സാമിന് ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ മീറ്റിങ്ങിലൊക്കെ നമ്പർ ഓഫ് റിവിഷൻ കൂട്ടാന്ന് പറയണമെങ്കിൽ ഇങ്ങനെ എക്കോ ചെയ്യേണ്ടായിരുന്നു. കാരണം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ അയ്യോ ഇതെനിക്ക് അറിയാമല്ലോ, അത് ഒരിക്കൽ കൂടെ അത് വായിച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ ആൻസർ ചെയ്യാമായിരുന്നു ഉള്ള സാധനം വന്നു. അപ്പോൾ ഞാൻ എക്സാമിന് ഇരുന്ന് കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു ഡിസിഷനാണ്. ഞാൻ നീറ്റിനിരിക്കുമ്പോൾ എൻ്റെ നമ്പർ ഓഫ് റിവിഷൻസ് ഞാൻ കൂട്ടും, എൻ്റെ ടൈം ടേബിൾ ഞാൻ ഷോർട്ടാക്കും. അതായത് ഞാൻ ആക്ച്വലി ഇനിസെറ്റ് കഴിഞ്ഞ് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ റീഡിംഗ് റൂമിൽ വന്നിരുന്നപ്പോഴാണ് റിസൾട്ട് തന്നെ വരുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് വന്ന തോട്ട്സ് ഇതൊക്കെയാണ്. ലൈക്ക് കൺസിസ്റ്റൻസി വേണം, അവേഴ്സ് സെയിം ആയിരിക്കണം. എന്റെ എക്സാമിന്റെ ലാസ്റ്റ് 1 month അവേഴ്സ് നല്ല കൂടുതലായിരുന്നു. 12 hours ഒക്കെ ഇരിക്കും. ആ 12 hours 80 days ഇരിക്കണം. അങ്ങനെ ഞാൻ വിചാരിച്ചു. ലൈക്ക് നമ്മളിപ്പോൾ ഒരു എക്സാം കൊടുക്കാൻ പോയപ്പോൾ നമ്മൾ വി ആർ വെൽ പ്രിപ്പയർഡ്, വെൽ റിവൈസ്ഡ്. ആ സാധനം മൾട്ടിപ്പിൾ ടൈംസ് ഇനി ചെയ്യണം. നീറ്റ് വരെ ഒരു ബ്രേക്ക് ഇല്ലാതെ ചെയ്യണം. എന്നാൽ നമുക്ക് എത്ര റേഞ്ച് വേണം. പിന്നെ എൻ്റെ GT കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ആക്കുക. GT ഞാൻ ഒരു 3 week ഞാൻ പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആക്ച്വലി GT ബുക്ക് ചെയ്ത് റിസൾട്ട് ഒന്നുകൊണ്ട് എഴുതാൻ പോകാത്ത. അപ്പം ഞാൻ ഇപ്പം GT ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് എക്സാം എഴുതുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ നമ്പർ ഓഫ് റിവിഷൻസിലാണ് കാര്യം എന്നുള്ളൊരു ആ തോട്ട് മൊത്തത്തിൽ വന്നു. ഇതൊക്കെയാണ് ഒരു മെയിനായിട്ട് എനിക്ക് തോന്നിയത്. അതായത് 150 സ്കോറൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു കൺസൈസ് ആയിട്ടുള്ള റിവിഷൻ ഒരാൾ തരുന്നുണ്ടെങ്കിൽ അത് ഫാക്കൽറ്റി തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പാർട്ടി ആവട്ടെ, ഡാൻസ് ആവട്ടെ, ഏത് ഏരിയയിലേക്ക് പോകാവട്ടെ, ഫാക്കൽറ്റിയാണ്. അപ്പൊ അവര് കൺസൈസ് ആയിട്ട് ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നിയേക്കണത് നമ്മളൊരു സാധനം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോട്ട് പഠിക്കുകയാണെങ്കിൽ അത് തന്നെ പിന്നെയും കാണുക എന്നുള്ളതാണ്. ചിലപ്പോൾ അതിലേയും ഇതായിട്ട് കണ്ടന്റ് വ്യത്യാസം ഉണ്ടാവും. വേറെ ഇപ്പം നമ്മൾ എടുത്ത ഫാക്കൽറ്റീന് ഒരു സാധനം പഠിക്കുന്നു, റിവിഷൻ വേറൊരു സാധനം പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അരവിന്ദ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അല്ലേ, നമ്മുടെ എക്സാമിന്റെ അന്ന് ഒരു സാധനം കാണുമ്പോൾ ഇത് ഞാൻ അറിയാൻ കണ്ടിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ തന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ റീസെന്റ് എക്സ്പോഷർ ഇല്ലാത്തത് കാരണം നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സെയിം കണ്ടന്റ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് കാണാന്നുള്ളത് തന്നെയാണ് അല്ലെ ബേസിക്കലി. പിന്നെ ഇതിലിങ്ങനെ ഇപ്പോൾ എല്ലാ സാധനവും നമുക്ക് അറിയണ്ടല്ലോ. ഇപ്പൊ ഒരു അതിൽ എലിമിനേറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ബാട്ടിയില് നീറ്റിഞ്ഞ് വരുമ്പോൾ സീനിയേഴ്സ് ഒക്കെ പറയാറ് 90-95% നമ്മുടെ നോട്ടിൽ തന്നെയായിരിക്കും. ഇനിസെറ്റ് വെച്ച് പറയുമ്പോൾ അത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും എലിമിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ നോട്ടിലുണ്ട്. അപ്പോൾ അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ നമുക്ക് ഇതേ അറിഞ്ഞ് ഇത് തന്നെയാണ് ഉത്തരം എന്ന് കാണുമൊന്നും വേണ്ട. ബാക്കി 3 എലിമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു കണ്ടന്റ്
മുന്നോട്ടിൽ എന്തായാലും ഉണ്ട്. സോ ഫ്രം ക്രിസ്റ്റൽ ആൻഡ് അരവിന്ദ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. ഈ ഒരു എന്താ പറയാ പ്രൈവറ്റ് ഗവൺമെന്റ് എന്നുള്ള കൺഫ്യൂഷൻ തന്നെ കുറെ പേർക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറയാറുള്ളതാണ് കൺഫ്യൂഷൻ ഓണ്ട കാര്യങ്ങളല്ല. രണ്ടാമത് പ്രിപ്പറേഷന്റെ സ്റ്റൈല്, അവർ ചെയ്തിരിക്കുന്ന ചലഞ്ചസ്, പോയോണ്ടിരിക്കുന്ന പാത്ത് വേ, പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എക്സാമിന്റെ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. സോ ടു ദ കൺക്ലൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എക്സാമിന്റെ തൊട്ട് മുന്നുള്ള സമയത്ത് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ് അതിനനുസരിച്ചാവും നമ്മളെ റാങ്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് സെയിം കമ്പയർ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന രണ്ടുപേരും ഒരേമാതിരി ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുപോയ പേഴ്സൺസ് ആണ്. അതേമാതിരി റാങ്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. സോ അവരെ ഓരോ സ്റ്റെപ്പും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. ആൻഡ് ഓൾസോ ടു ബോത്ത് ഓഫ് യു, നിങ്ങൾ വിചാരിച്ച നല്ലൊരു സ്പെഷ്യാലിറ്റി ഇഷ്ടപ്പെട്ട എയിംസിൽ തന്നെ കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൾ ദി ബെസ്റ്റ്.